Chapter 3 Trigonometry Functions. കുട്ടികൾ എപ്പോഴും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. അതിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ട്രിഗ്നോമെട്രി, ദി ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ഡീലിംഗ് വിത്ത് റിലേഷൻസ് ഓഫ് സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് തന്നെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സും ആംഗിൾസും തമ്മിലുള്ള കുറേ അധികം റേഷ്യോസും റിസൾട്ടുകളും ഒക്കെ നമുക്ക് തരുന്ന മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. സോ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അതിനെ തുടർന്ന് വരുന്ന സമവാക്യങ്ങളും സൂത്രവാക്യങ്ങളും ഒക്കെ പഠിക്കാൻ എളുപ്പമുണ്ടാവും. പ്രോബ്ലത്തിൽ അത് അപ്ലൈ ചെയ്യാനും ഈസി ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, റേഡിയൻ ആൻഡ് ഡിഗ്രി. ശരിക്കും ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1 radian is the angle subtended at the center of a circle by a positive arc equal in length to the radius of the circle. അപ്പോൾ ഈ 1 radian എന്ന് പറയുന്നത് ശരിക്കും അത് ആംഗിളിൻ്റെ മെഷർമെൻ്റ് ആണ്. അതിൻ്റെ പ്രത്യേകത അതിന് റേഡിയസും അവിടെ നമ്മൾ ആ ഒരു ആർക്ക് എടുത്തിരിക്കുന്നതിൻ്റെ ലെങ്ത് സെയിം ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു മെഷർമെൻറ്റിനെയാണ് 1 radian എന്ന് പറയുന്നത്. ഇനി റേഡിയൻ മെഷർമെൻറ്റ് അതുപോലെ ഡിഗ്രി മെഷറും ഒക്കെ നമുക്കറിയാം. ഈ റേഡിയനും ഡിഗ്രിയുമായിട്ടുള്ള റിലേഷനാണ് ഈ പറയുന്ന ഇക്വേഷൻസിലുള്ളത്. 1 radian ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ പൈ ഡിഗ്രീസ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 57 degree 16 minutes. ആൻഡ് 1 degree ഈസ് ഈക്വൽ ടു പൈ ബൈ 180 radian ആൻഡ് ദ വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.01746 റേഡിയൻസ്. അപ്പോൾ നമുക്ക് ഡിഗ്രിയിൽ തന്നിരിക്കുന്ന ഒരു മെഷർമെന്റിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. റേഡിയനിൽ തന്നിരിക്കുന്ന ഒരു മെഷർമെന്റ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഈ ഒരു വാല്യൂ ഉപയോഗിച്ചിട്ട് സാധിക്കും. ഇനി ഡിഗ്രി റേഡിയനും തമ്മിലുള്ള മറ്റൊരു റിലേഷനാണ് കാണിക്കുന്നത്. 30 degree ഈസ് ഈക്വൽ ടു പൈ ബൈ 6. 60 degree മീൻസ് ഈസ് പൈ ബൈ 3 റേഡിയൻ. 90 degree മീൻസ് പൈ ബൈ 2 റേഡിയൻ. 120 degree മീൻസ് 2 pi by 3 radian. 180 degree means pi radian. 360 degree means 2 pi radian. Then trigonometric functions. ഇവിടെ നിന്നാണ് ഈ പറയുന്ന സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെയുള്ള ടേംസ് വന്നിരിക്കുന്നത് നോക്കാം. കൺസിഡർ ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിൾ 90 degree ആണ്. അതിന് ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഈ ഒരു ആംഗിൾ നമ്മൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ദെൻ ഈ ഒരു സൈഡ് എക്സ്, ഈ സൈഡ് വൈ അതിന് ഹൈപ്പോട്ടന്യൂസ് ആർ എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈൻ തീറ്റ ഈ ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു റേഷ്യോ ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ വൈ ആണ്. ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം വൈ ആണ് ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ആർ ആണ്. ദറ്റ് ഈസ് വൈ ബൈ ആർ. അതിനാണ് നമ്മൾ സൈൻ ഓഫ് ദി ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്, സൈൻ തീറ്റ. രണ്ടാമത്തെ റേഷ്യോ കോസ് തീറ്റ. കോസ് തീറ്റയിൽ നമ്മൾ പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ആംഗിൾ, ഇതിനെ തീറ്റ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു. ഈ ആംഗിളിന്റെ അടുത്തുള്ള സൈഡ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എക്സ് ബൈ ആർ ആണ് കോസ് തീറ്റ എന്ന് പറയുന്ന റേഷ്യോ. ദെൻ ടാൻ തീറ്റ. ടാൻ തീറ്റയിൽ നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്നുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഈ തീറ്റയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് വൈ ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് വൈ ബൈ എക്സ്. ഇനി ഇതിന്റെ എല്ലാ റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് ബാക്കി 3 റേഷ്യോ കിട്ടുക. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റയാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, ആർ ബൈ വൈ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ ആൻഡ് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ. ചാപ്റ്റർ 3ൽ നിന്ന് കഴിഞ്ഞ വർഷം 9 മാർക്കിന്റെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചെങ്കിലും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് റിസൾട്ട്സ് എങ്കിലും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. സോ ആ റിസൾട്ടുകൾ നോക്കാം. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. സിമിലർ ആയിട്ടുള്ള ഫോമുല ഒക്കെ ഇങ്ങനെ ഓർത്ത് വെക്കുക. ദെൻ സൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. Sin x minus y is equal to sin x cos y minus cos x sin y. Cos x plus y is equal to cos x cos y minus sin x sin y. Cos x minus y is equal to cos x cos y plus sin x sin y. Then
2 sin x cos y is equal to sin x plus y plus sin x minus y. 2 cos x sin y is equal to sin x plus y minus sin x minus y. 2 cos x cos y is equal to cos x plus y plus cos x minus y. 2 sin x sin y is equal to cos x minus y minus cos x plus y. ഇപ്പോൾ സൈനും കോസും ആണെങ്കിൽ സൈൻ പ്ലസ് സൈൻ ആണ്, കോസും സൈനും ആണെങ്കിൽ സൈൻ മൈനസ് സൈൻ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഫോമിലൊക്കെ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ദെൻ സൈൻ 2x ഈക്വൽ ടു 2 sin x cos x. Cos 2x equal to cos square x minus sin square x, that is equal to 1 minus 2 sin square x is equal to 2 cos square x minus 1. And tan 2x equal to 2 tan x by 1 minus tan square x. ഇനി ഈ ചാപ്റ്ററിന് എന്തായാലും നമുക്ക് സൈനിൻ്റെ ഒക്കെ ആംഗിൾ വെച്ചിട്ട് വാല്യൂ എഴുതാനായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനൊരു എളുപ്പമാർഗ്ഗമാണ് ഈ ടേബിൾ. ഇവിടെ നമ്മൾ 5 ആംഗിളിൻ്റെ കാര്യമാണ് പറയുന്നത്, 0, 30, 45, 60, 90. അപ്പോൾ അവിടെ വരുന്ന സൈനിൻ്റെ വാല്യൂസ് ഒരു ഓർഡറിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ കോസിൻ്റെ വാല്യൂസ് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ വരുന്നതാണ്. അപ്പോൾ സൈൻ മാത്രം പഠിച്ചാൽ ബാക്കി എല്ലാ റേഷ്യോസും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സൈൻ 0 0, സൈൻ 30 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് കോസ് വരുന്നത്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, കോസ് 30 √3/2, കോസ് 45 1/√2. അപ്പോൾ ഇത് മിഡിൽ വാല്യൂ ആയതുകൊണ്ട് രണ്ടും സെയിം ആയി. കോസ് 60 1/2 ആൻഡ് കോസ് 90 0. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ഓർത്ത് വെക്കുക, 0 1/2 1/√2 √3/2 1. ദെൻ സൈൻ minus theta is equal to minus of sin theta. Cos minus theta equal to cos theta. Tan minus theta is equal to minus tan theta. Cosec minus theta is equal to minus cosec theta. Sec minus theta equal to sec theta. Cot minus theta is equal to minus cot theta. അപ്പോൾ ഈ റേഷ്യോസ് ഈ വാല്യൂസ് ഒക്കെ നോക്കുവാണെങ്കിൽ കോസും സിക്കും മാത്രമാണ് പോസിറ്റീവ് ആയിട്ട് മാറുക. കോസ് ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ആണ്, സീക്ക് ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു സിക് തീറ്റ ആണ്. ലെ പബ്ലിക് എക്സാമിന് ട്രിഗ്നോമെട്രിയിൽ നിന്ന് 9 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ അധികം ഫോമുല നമ്മൾ പഠിച്ചു വെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഇമ്പോർട്ടൻറ്റ് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1, സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1, കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അതുപോലെ സൈൻ 2x ഈക്വൽ ടു 2 sin x cos x, cos 2x ഈക്വൽ ടു cos square x minus sin square x, that is equal to 1 minus 2 sin square x equal to 2 cos square x minus 1. And tan 2x equal to 2 tan x by 1 minus tan square x. റിലേഷൻസ് നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. ഇവിടെ ഓരോരുത്തർക്കും ഈ റേഷ്യോസ് ഒക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും 90 മൈനസ് എക്സ് എന്നുള്ള ആംഗിൾ വരും. അതുപോലെ തന്നെ 360 പ്ലസ് എക്സും വരും. ഇവിടുത്തെ പ്രത്യേകത, ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ പറയുന്ന എല്ലാ റേഷ്യോസും പോസിറ്റീവ് ആയിരിക്കും. സൈനും കോസും ടാനും അങ്ങനെ 6 റേഷ്യോസും പോസിറ്റീവാണ്. ഇനി രണ്ടാമത്തെ ക്വാഡ്രന്റ് വരുമ്പോൾ ഇത് 90 ഡിഗ്രി ഇവിടെ വരെയാണ്, 90 പ്ലസ് എക്സ് എന്നുള്ള റീജിയൻ ആണിത്. അതുപോലെ തന്നെ 180 മൈനസ് എക്സ് എന്നെടുത്താലും ഇവിടെ വരും 180 മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ സൈനും കൊസിക്കും പോസിറ്റീവ് ആയിരിക്കും. സൈൻ എക്സും കൊസിക് എക്സും പോസിറ്റീവാണ്. ഇനി തേർഡ് ക്വാഡ്രന്റിൽ 180 പ്ലസ് എക്സ് ആണ്. 180 പ്ലസ് എക്സ് എന്നോ 270 മൈനസ് എക്സ് എന്നോ വരാം. അവിടെ ടാൻ എക്സും കോട്ട് എക്സും പോസിറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ ഇവിടെ 270 പ്ലസ് എക്സ് ആണിത്, 270 പ്ലസ് എക്സ്. അതുപോലെ 360 മൈനസ് എക്സ് എന്ന് വന്നാലും ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കൊസിക് എക്സും സീക്ക് എക്സും പോസിറ്റീവാണ്. ഈ റേഷ്യോസ് എല്ലാം പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ ഫംഗ്ഷൻസിൻ്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓൾ ഇൻപുട്ട് വാല്യൂസ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഔട്ട്പുട്ട് വാല്യൂസ്. അപ്പോൾ അവിടെ ഈ ഫംഗ്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും ഡൊമൈൻ, റേഞ്ച്, സൈനിൻ്റെയും കോസിൻ്റെയും എങ്കിലും നമുക്ക് പഠിച്ചു വെക്കാം. അത് കുറച്ച് ഈസിയാണ്. സോ സൈൻ എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 6 ആണ്, റിയൽ നമ്പർ സെറ്റ് ആണ്. പക്ഷേ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ -1 മുതൽ 1 വരെയുള്ള വാല്യൂസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. കോസ് എക്സിൻ്റെ വാല്യൂ ഡൊമൈൻ റിയൽ നമ്പർ സെറ്റ് തന്നെയാണ്, എന്നാൽ റേഞ്ച് -1 +1. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള വാല്യൂസ് ഒന്നും സൈൻ എക്സിനോ കോസ് എക്സിനോ വരത്തില്ല. അപ്പോൾ സൈൻ എക്സിന് ഏതാങ്കിലും എടുത്താലും 3 എന്നൊരു റിസൾട്ട് ഒരിക്കലും വരില്ല. -1 തൊട്ട് +1 വരെയുള്ള വാല്യൂസ് ആണ് വരിക. ടാൻ എക്സ്, കൊസിക് എക്സ്, സീക്ക് എക്സ്, കോട്ട് എക്സ് എന്തെങ്കിലുമുള്ള ഡൊമൈൻ റേഞ്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂ ഓഫ് സൈൻ എക്സ് ഈസ് ഇൻകറക്റ്റ്? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൽ സൈൻ എക്സിൻ്റെ വാല്യൂ
ആകാത്തത് ഏതെന്നാണ് ചോദ്യം. 0 ഉണ്ട്, 1/2 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വാല്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ റേഞ്ച് ആണ്. അപ്പോൾ ഏത് ആംഗിളിലാണെങ്കിലും സൈനിൻ്റെ വാല്യൂ എപ്പോഴും -1 മുതൽ +1 വരെയുള്ള വാല്യൂസോ അല്ലെങ്കിൽ അതിനിടയ്ക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്ന 3 ഒരിക്കലും സൈൻ എക്സിൻ്റെ വാല്യൂ ആവത്തില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡിഗ്രി മെഷർ ഓഫ് 7π/6 റേഡിയൻസ് ആൻഡ് ദി റേഡിയൻ മെഷർ ഓഫ് 520 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാൻ പറ്റും. റേഡിയനിൽ തന്നിരിക്കുന്ന ഒരു മെഷറിൻ്റെ അതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിഗ്രിയിൽ തന്നിരിക്കുന്ന അളവിനെ നമുക്ക് റേഡിയൻ മെഷറിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 7π/6 എന്ന റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിനെ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ പൈയും ക്യാൻസൽ ആവുന്നു. ദെൻ 7 × 180 1260 ഡിവൈഡഡ് ബൈ 6 ഇറ്റ് ഈസ് ഈക്വൽ ടു 210 ഡിഗ്രീസ്. അപ്പോൾ ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് തരുന്നത് റേഡിയൻ മെഷറിൽ പൈ എന്നൊരു നൊട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ആ പൈയും കൂടെ ക്യാൻസലായി പോയിട്ട് ഇങ്ങനെ ഒരു ഓൾ നമ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ഡിഗ്രി മെഷറായിട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു നമ്പർ ആയിരിക്കും. ഇനി റേഡിയൻ മെഷറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് തരുന്നത് ഡിഗ്രിയാണ്. അപ്പോൾ അതിനെ π/180 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ പൈ എന്നൊരു ടേം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആ ഒരു ആൻസർ മാറിപ്പോകാതെ പ്രൂവ് ദാറ്റ് sin 3x - sin x ഡിവൈഡഡ് ബൈ cos square x - sin square x ഈക്വൽ ടു 2 sin x. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറയുന്ന തിയറത്തിൽ അല്ലെങ്കിൽ പ്രോബ്ലത്തിലെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ ഫോർമുല നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ട്രിഗ്നോമെട്രിയിൽ കുറേ അധികം ഫോർമുല ഉണ്ട്, ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ കണ്ടിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. sin x - sin y എന്ന ഫോമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫോർമുല നമുക്കുണ്ട്. sin x - sin y ഈസ് ഈക്വൽ ടു 2 cos x + y ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു sin x - y ബൈ 2 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ cos square x - sin square x എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു cos 2x. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന രണ്ട് ഫോർമുലയാണ്. ഇനി നമ്മുടെ LHS നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ sin 3x - sin x ആണ്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി ചെയ്യുന്നത് 2 cos x + y 3x + x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു sin x - y ബൈ 2 3x - x ബൈ 2 all divided by cos 2x. Then 2 cos 3x plus x എന്ന് പറയുന്ന 4x ആണ്. 4x divided by 2 എടുക്കുമ്പോൾ അത് 2x ആവും. അതുപോലെ 3x minus x എന്ന് പറയുന്നത് 2x ആണ്. 2x divided by 2 വരുമ്പോൾ അത് sin x ആവും. അപ്പോൾ ന്യൂമറേറ്ററിൽ ഇപ്പോൾ cos 2x ഉണ്ട്, ഡിനോമിനേറ്ററിലും cos 2x ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്താൽ ആൻസർ 2 sin x എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഫോർമുല. ദെൻ നാലാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ഇഫ് tan θ is equal to 1/2 and tan phi another angle is equal to 1/3, then show that θ plus phi is equal to π/4. ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ θ plus phi എന്നൊരു ടേം നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്. tan θ plus phi is equal to tan θ plus tan phi divided by 1 minus tan θ tan phi. ഇനി tan θയും tan phi ഒക്കെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ tan θ ഈക്വൽ ടു 1/2 പ്ലസ് tan phi ഈക്വൽ ടു 1/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3. സോ ഇത് ന്യൂമറേറ്ററിൽ 5/6 ആണ്. ഡിനോമിനേറ്റർ 1 മൈനസ് 1/6 and that is also equal to 5/6. Therefore the answer is 1. That means tan θ plus phi equal to 1. അപ്പോൾ ടാനിൻ്റെ ഏത് ആംഗിളിലാണ് ആൻസർ നമുക്ക് 1 എന്ന് കിട്ടുക? tan 45 അഥവാ π/4 ആകുമ്പോഴാണ് ആൻസർ 1 എന്ന് കിട്ടുക. Therefore θ plus phi is equal to π/4. Question number 5. Solve cos x plus y plus cos x minus y. സോൾവ് ചെയ്ത് ഇതിനൊരു ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ cos x plus y എന്താണെന്നും cos x minus yയുടെ എക്സ്പാൻഷൻ എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. cos x plus y എന്ന് പറയുന്നത് cos x ഇൻറ്റു cos y മൈനസ് sin x ഇൻറ്റു sin y ആണ്. cos x മൈനസ് y എന്ന് പറയുന്നത് cos x ഇൻറ്റു cos y പ്ലസ് sin x ഇൻറ്റു sin y ആണ്. അപ്പോൾ ഈ രണ്ട് ആൻസറും കൂടെ ആഡ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് മൈനസ് ടൈമും ഇത് പ്ലസ് ടൈമും അല്ലെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ആണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 0 ആവും. ഇത് ഒരേ ടൈം രണ്ട് പ്രാവശ്യം വന്നിരിക്കുന്നു. cos x cos y പ്ലസ് cos x cos y and that is equal to 2 cos x cos y. ആൻസർ 2 cos x cos y. അപ്പോൾ വളരെ ചുരുങ്ങിയ സ്റ്റെപ്പിൽ ഇതിൻ്റെ ആൻസർ തീർന്നെങ്കിലും ഈ രണ്ട് എക്സ്പാൻഷൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യില്ല. ട്രിഗ്നോമെട്രിയിൽ പറ്റുന്നത്രയും ഫോർമുല നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. Question number 6. Prove that sin square π/6 plus cos square π/3
പ്ലസ് ടാൻ സ്ക്വയർ പൈ ബൈ 4 ഈസ് ഈക്വൽ ടു -1/2. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഈ ഓരോ ആംഗിളിലും ഈ റേഷ്യോ എത്രയാണെന്ന് അറിയണം. സൈൻ പൈ ബൈ 6 എന്ന് പറയുന്നത് സൈൻ 30 ആണ്. 180/6 30 ഈസ് ഈക്വൽ ടു 1/2. കോസ് പൈ ബൈ 3 എന്ന് പറയുന്നത് 1/2 ആണ്. ടാൻ പൈ ബൈ 4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ വാല്യൂസ് എല്ലാം നമുക്ക് ഈ LHSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 സ്ക്വയർ അഗൈൻ പ്ലസ് 1/2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 1/2 സ്ക്വയർ 1/4 പ്ലസ് 1/4 മൈനസ് 1. 1/4 പ്ലസ് 1/4 എടുക്കുമ്പോൾ അത് 1/2 ആവും. 1/2 മൈനസ് 1 ഇറ്റ് ഈസ് ഈക്വൽ ടു -1/2. Question number 7. Prove that cos 9x minus cos 5x divided by sin 17x minus sin 3x equal to minus sin 2x divided by cos 10x. ഇവിടെയും ഈ LHS കാണുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ cos x minus cos y എന്ന് പറഞ്ഞാൽ -2 sin x plus y by 2 into sin x minus y by 2 ആണ്. അതുപോലെ sin x minus sin y എന്ന് പറഞ്ഞാൽ 2 cos x plus y by 2 into sin x minus y by 2 ആണ്. പിന്നെ LHS നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. cos x minus cos yക്ക് പകരം -2 sin x plus y, അപ്പം 9 plus 5 14x by 2 into sin x minus y 9 minus 5 4x by 2. Denominator 2 cos x plus y by 2 17 plus 3 20x by 2 into sin 17 minus 3 എന്ന് പറയുമ്പോൾ 14 sin 14x by 2. അപ്പോൾ ഇവിടും തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്ന 1-2 ടേം ഉണ്ട്. രണ്ടും ക്യാൻസൽ ചെയ്യാം. sin 14x by 2 ക്യാൻസൽ ചെയ്യാം. Then remaining term -2 sin 2x divided by cos 10x 20 by 2 is 10x and that is equal to RHS. Now question number 8. If sin x equal to 3 by 5 and x lies in the second quadrant, write the value of cos x. So ഇവിടെയും ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സൈനിനെയും കോസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഫോർമുല നമുക്ക് ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് sin square x plus cos square x equal to 1. Then cos square x equal to 1 minus sin square x. And given that sin x equal to 3 by 5. So we can substitute 1 minus 3 by 5 the whole square. That is 1 minus 3 square 9, 5 square 25. 1 minus 9 by 25 and that is equal to 16 by 25. This is cos square x and we want cos x. Therefore, it is equal to plus or minus root of this 16 by 25 and that is equal to plus or minus 4 by 5. And ഇവിടെ രണ്ട് വാല്യൂ പോസിബിൾ ആണെന്ന് പറയുന്നു. cos x ഒന്നെങ്കിൽ പ്ലസ് 4 by 5 ആകാം അല്ലെങ്കിൽ മൈനസ് 4 by 5 ആകാം. ഇനി അത് കൺഫേം ചെയ്യാനായിട്ട് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. x ലൈസ് ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ x ആക്സിസ് y ആക്സിസ് സെക്കൻഡ് ക്വാഡ്രന്റ് ഇതാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എക്സും കൊസീക് എക്സും മാത്രമാണ് പോസിറ്റീവായിട്ട് വരിക. അപ്പോൾ തീർച്ചയായിട്ടും cos x മൈനസ് ആണ്. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നതുകൊണ്ട് ഈ പ്രോബ്ലത്തിൽ cos x ഈക്വൽ ടു -4 by 5. ക്വസ്റ്റ്യൻ നമ്പർ 9. ഫൈൻഡ് ദി വാല്യൂ ഓഫ് sin 75. sin 75നെ നമുക്ക് sin 45 plus 30 എന്ന് എഴുതാം. അപ്പോൾ ഇത് sin a plus b എന്നുള്ള ഫോമാണ്. sin a plus b is equal to sin a cos b plus cos a sin b. ഈ വാല്യൂസ് എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. sin 45 1 by root 2 cos 30 root 3 by 2 plus cos 45 1 by root 2 sin 30 1 by 2. Please multiply ചെയ്താൽ root 3 by 2 root 2 plus 1 by 2 root 2. Common denominator 2 root 2 and numerator root 3 plus 1. Similar question number 10. Find the value of sin 15. ഇനി sin 15 ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് sin 45 minus 30 എന്നാണ്. And that is sin a minus b. a minus b എന്നുള്ള ഫോമാണ്. ഈക്വൽ ടു sin a cos b minus cos a sin b. വാല്യൂസ് എല്ലാം കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ സെയിം ആണ്. സോ 1 by root 2 into root 3 by 2 minus 1 by root 2 into 1 by 2. സോ 2 root 2 ആണ് കോമൺ ഡിനോമിനേറ്റർ വരുന്നത്. ന്യൂമറേറ്റർ root 3 minus 1.